വിഷയങ്ങളും ഓളിച്ചാടിപ്പോയി ഉസ്താദേ, മോനതൊരു വേഷ്യപ്പെണ്ണുമായി വന്നിരിക്കുന്ന, മോനെ പിടിച്ചാ കിട്ടുന്നില്ല. ഞാൻ അവന് 20 ലക്ഷം മുടക്കി, ഞാൻ 15 ലക്ഷം മുടക്കിയിട്ട് അവനെ പഠിപ്പിച്ചു. പക്ഷേ അവന് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവനെ കയ്യിൽ കിട്ടുന്നില്ല. അവനക്ക് ഉപ്പാനോട് സ്നേഹമല്ല, ഉമ്മാനോട് സ്നേഹമല്ല. നോക്കിയാൽ മതി, അവനെ പഠിപ്പിച്ച ഒരക്ഷരം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ മനസ്സിൽ ഒരു വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? അപകടമാണ് മാതാപിതാക്കളെ. നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പറയാൻ എളുപ്പമുണ്ട്, ആ ഉസ്താദിന് കിട്ടേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഉസ്താദിന് കൊള്ളേണ്ടത് തന്നെയാണ്. പറയാൻ എളുപ്പമുണ്ട്, എന്നേക്കും നശിക്കുന്നത് നമ്മുടെ മക്കളുടെ ഭാവിയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പിതാക്കളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, തഅല്ലമുൽ ഇൽമാ, നിങ്ങളുടെ ഇൽമു നിങ്ങൾ പഠിക്കണം, ദീന് നിങ്ങൾ പഠിക്കണം. കാരണം ഫഇന്ന തഅല്ലുമഹു, നോക്ക് നിങ്ങൾ ഈ പൊന്നുമക്കൾ, ദീനിന്റെ ഖാദിമീങ്ങളായ മുതഅല്ലിമീങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നു, ഈ മക്കൾ ദർസിൽ വെച്ച് തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിലായി ദർസിൽ വെച്ച പിഞ്ചു പൈതലുകൾ ഇൽമു പഠിക്കുന്നുവെങ്കിൽ ലില്ലാഹി ഖശിയ വതലബഹു ഇബാദ, ഈ മക്കൾ ഒരക്ഷരം പഠിക്കുന്നതും അത് ഇബാദത്താകുന്നു, അത് ഇബാദത്താകുന്നു. വമുദാക്കറതഹു, അതുമായി ചർച്ച ചെയ്യുന്നത്, കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൽമുമായി ശുഗലായി സംസാരിക്കുന്നത് തസ്ബീഹ്, തസ്ബീഹ്, ആ മക്കളുടെ തസ്ബീഹാകുന്നു. വൽ ബഹ്സ അൻഹു ജിഹാദ്, അതുമായുള്ള ചർച്ചകൾ ദീനിന് വേണ്ടി അധ്വാനിക്കും തുല്യമാണ്. വതഅലീമഹു ലിമൻ ലാ യഅലമുഹു വതഅലീമഹു, ദീനുമായി ഒരക്ഷരം, ഒരു ഫാത്തിഹ സൂറത്തിന്റെ ഒരു ബിസ്മി എങ്കിലും ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, വിവരമില്ലാത്ത മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ സദഖ, ആ മദ്രസയിലെ ഉസ്താദിന് അതെത്ര വലിയ സദഖയാകുന്നു. 4 ലക്ഷം കൊടുത്താലും 10 ലക്ഷം കൊടുത്താലും 25,000 രൂപ കൊടുത്തു, ഞാൻ അത്ര കൊടുത്തു എന്നൊക്കെ പറയുന്നുവെങ്കിൽ നഊദു ബില്ലാഹ്, എത്ര ലക്ഷങ്ങൾ കൊടുത്താലും ഒരു ഉസ്താദും മദ്രസയിലെ പൊന്നു ഉസ്താദും മക്കൾക്കൊരു ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്താൽ, ആ ഫാത്തിഹ സൂറത്ത് കൊണ്ട് ആ ഗുരുവിന് കിട്ടുന്ന പവർ, പദവി, ഈ ലക്ഷങ്ങൾ കൊടുത്ത ഉമറാക്കൾക്ക്, ഈ ലക്ഷങ്ങൾ കൊടുത്ത സമ്പന്നർക്ക് അല്ലാഹു തആല പ്രതിഫലമായി കൊടുക്കില്ല. കാരണം ഫഇന്ന തഅലീമഹു ലിമൻ ലാ യഅലമുഹു സദഖ വബദലഹു ലിഅഹ്ലിഹി ഖുർബാ. എന്നാലോ ആ ഉസ്താദുമാർ അവർക്ക് കിട്ടുന്ന തൊട്ടുകൊണ്ട് അവരെങ്ങാനും ഭാര്യ മക്കൾക്ക് വല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുവെങ്കിൽ ഖുർബത്തുൽ, അത് വല്ലാത്ത ഇബാദത്താണ്, മഹത്വമുള്ള ഇബാദത്താകുന്നു. മദ്രസയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറഞ്ഞ കാശ് അതുകൊണ്ട് മക്കളെ പോറ്റുന്നുവെങ്കിൽ, ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുവെങ്കിൽ, ഭാര്യയ്ക്ക് ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുവെങ്കിൽ, പൊന്നുമ്മ പാവപ്പെട്ട ഉമ്മാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന മദ്രസയിലെ പാവപ്പെട്ട ഉസ്താദിന് ചെറിയ നേട്ടമല്ല, അത് വല്ലാത്ത ഇബാദത്താകുന്നു എന്ന് മഹാന്മാർ വിവരിച്ചുവെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, ഫീ കുല്ലി യൗമിൽ വലൈലത്തിൽ അൽഫു റഹ്മാ. അല്ലാഹു, ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരോട്, ഉമ്മമാരോട്, നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയണം, കുട്ടികളോട് പറയണം, നിങ്ങളുടെ മക്കളുടെ ഉപ്പയോട് നിങ്ങൾ നല്ലതുപോലെ ഉപദേശം കൊടുക്കണം. തുള്ളിച്ചാടിയിട്ട് ഏതെങ്കിലും ഒരു ഗുരുവിനെ മക്കളുടെ ഉസ്താദുമാരെ ഒന്ന് വേദനിപ്പിച്ചാൽ ഉമ്മ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഭർത്താവ് മാത്രമല്ല, നിങ്ങളുടെ മക്കളുമാകുന്നു എന്ന് ശൈഖുനാനെ ഇരുത്തി ഞാൻ പറയട്ടെ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നത്, ഫീ കുല്ലി യൗമിൽ
ലൈലത്തിൽ അൽഫു റഹ്മ. ഓരോ ദിവസത്തിലും അല്ലാഹു 1000 അനുഗ്രഹങ്ങളാണ് ഈ മണ്ണിലേക്ക് വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ സ്വഹാബികളെ 999 അനുഗ്രഹങ്ങളും ലിൽ ഉലമാ വത്വാലിബിൽ ഇൽമി ഖാല റസൂലുള്ളാഹി. ചൊല്ലണേ സഹോദരങ്ങളെ, ഇത് റസൂലുള്ള പറഞ്ഞതാണ്. ഓരോ ദിവസവും ഖാലിഖായ റബ്ബ് ഈ മണ്ണിലേക്ക് 1000ഓളം അനുഗ്രഹങ്ങൾ അഥവാ 1000 അനുഗ്രഹങ്ങളാണ്, റഹ്മത്താണ് ഭൂമിയിലേക്ക് ചൊരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 999 റഹ്മ 999 അനുഗ്രഹങ്ങളും ലിൽ ഉലമാ, ദീന് പഠിപ്പിക്കുന്ന പള്ളിയിലെ ഉസ്താദുമാർ, മുദർരിസുമാർ, മദ്രസയിലെ ഉസ്താദുമാർ, ചെറുതായി കാണേണ്ട പിതാക്കളെ കണ്ടോ, റസൂലുള്ള പറഞ്ഞതാണ് വത്വാലിബിൽ ഇൽമി, ഇൽമു പഠിക്കുന്ന മക്കൾ ഇരിക്കുന്ന പൊന്നുമക്കൾക്കുമാണ്. വറഹ്മത്തുൽ വാഹിദ ലിസായിരിൻ നാസ്, വറഹ്മത്തുൽ വാഹിദ ഒരൊറ്റ അനുഗ്രഹം മാത്രമാണ് പിന്നീടുള്ള മുഴുവൻ ആളുകൾക്കും സാധാരണക്കാർക്ക് അല്ലാഹു തആല നൽകുന്നത്. മുഹമ്മദ് മുസ്തഫ ഈ നബി തങ്ങളുടെ മക്കളാണ് നമ്മൾ. പളപളപ്പ് കാരണം, കാശിന്റെ പളപളപ്പ് കാരണം, അഹങ്കാരത്തിന്റെ ഹുങ്ക് കാരണം, ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്കും ഉസ്താദുമാരുടെ ചാരത്ത് ചെന്ന് തുള്ളിച്ചാടുന്ന രക്ഷിതാക്കൾ. നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ്, നഷ്ടപ്പെടുന്നത് അല്ലാഹു നമുക്ക് നൽകിയ ചോരകളാണ്, അല്ലാഹു നമുക്ക് നൽകിയ മക്കളാണ്. നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണോ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട് പറയുന്നു, സ്ത്രീകളെ, നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണോ? ഈ മഹല്ലിൽ കല്യാണം കഴിച്ച് 10ഉം 15ഉം കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാത്ത ദമ്പതികൾ, അവരോട് ചോദിക്കണ്ട, അവിടെ മനസ്സ് വായിച്ചാൽ മതി. രാവിലെ മദ്രസയിലേക്ക് പോകുന്ന പിഞ്ചു പൈതലുകളെ, LKG പഠിക്കുന്ന കുട്ടികൾ ബാഗ് പിടിച്ചോടുന്ന പിഞ്ചു പൈതലുകളെ വരാന്തയിൽ വെച്ച് കാണുമ്പോൾ ചുമരിൽ ചാരി നിന്ന് കരയുന്ന പെണ്ണ് ഭർത്താവ് കണ്ടു, ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ആ പെണ്ണിന്റെ മറുപടി, ഒന്നുമില്ല, മദ്രസയിലേക്ക് ബാഗ് പിടിച്ചോടുന്ന കുട്ടികളെ കണ്ടപ്പോൾ കരഞ്ഞുപോയതാണ്. ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ് 15 കൊല്ലമായി, ഒരു കുട്ടിയുടെ കാല് ലഭിച്ചില്ല, കാല് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ പെണ്ണിന്റെ മുസൽമാൻ നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണോ? ഈ കല്യാണം കഴിച്ച് 15 കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ദമ്പതികളുടെ മനസ്സൊന്ന് വായിച്ചാൽ മതി. അവരോട് ചോദിക്കേണ്ടതില്ല, അന്ന് തിരിയും നമ്മുടെ മക്കളാരാണ്. ആ മക്കൾ കാരണമായി മക്കൾക്ക് ഭാവി ഉണ്ടാക്കുന്ന ഉസ്താദുമാർ, അത് മഹല്ലിലെ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ മാഷുമാരാവട്ടെ, ടീച്ചർമാരാവട്ടെ, പള്ളിയിലെ ഉസ്താദുമാരാവട്ടെ, മദ്രസയിലെ ഉസ്താദുമാരാവട്ടെ, ഒരക്ഷരം പഠിപ്പിക്കുന്ന ഒരു ഗുരു, ആ ഗുരുവിനെ മാതാപിതാക്കൾ വേദനിപ്പിച്ചാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികളാണ്. നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നത്, 10 വിരലുകൾ കടിക്കേണ്ടി വരുന്നത് നമ്മുടെ മക്കളാണ്. ആ ബോധം നമുക്കുണ്ടാവണേ എന്ന് ഞാൻ ഈ സദസ്സിൽ ശൈഖുനാനിരുത്തി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന ഫളിലൽ മുതഅല്ലിമി, മുസ്ലിമീങ്ങളെ, ദീന് പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്റെ പവർ അലാ സായിരിൻ നാസ്, മറ്റുള്ള ആളുകളെ കൊള്ള നോക്കുമ്പോൾ ഈ ഇരിക്കുന്ന പൊന്നുമക്കൾ മുതഅല്ലിമീങ്ങളുടെ പദവിയാണ്. റസൂൽ മഹാന്മാർ വിവരിക്കുന്നു, കഫളി അബീ ബക്കറിൻ അലാ സായിരി ഉമ്മത്തി, സിദ്ദീഖ് തങ്ങളുടെ ഉമ്മത്തിൽ എങ്ങനെയാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്റെ ഉമ്മത്തിൽ എങ്ങനെയാണ്, അതുപോലത്തെ ഒരു പവർ സാധാരണക്കാരുടെ ഇടയിലും മദ്രസയിലെ ഉസ്താദുമാരുടെ ഇടയിലും മുതഅല്ലിമിയുടെ ഇടയിലും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇത് പഠിപ്പിക്കുന്നത് മഹാന്മാരാണ്, നാം മഹത്തുക്കളാണ് ഇത് പഠിപ്പിക്കുന്നതെങ്കിൽ. മഹാനായ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെറുപ്പക്കാരെ, സാഹചര്യമാണ് വെടക്കാക്കുന്നതും നന്നാക്കുന്നതും. ഞാൻ എൻ്റെ യുവ മനസ്സുകളോട് കല്യാണം കഴിഞ്ഞ് 1 or 2 കുട്ടികളുള്ള കൊച്ചനുജന്മാരോട് പറയുന്നു, മോരെ ചെറുപ്പക്കാരെ,
ദീനിന്റെ പടയാളികൾ എന്ന നിലക്ക് പ്രായമുള്ളവരോടല്ല, ചെറുപ്പക്കാരോട് പറയുന്നു, മോരെ സഅലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു. ആരോടാണെന്നറിയോ? ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അൻ സാഹിബിൽ ഇൽമി, ഇൽമുമായി ശുഗലാകുന്ന, ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയിലെ ഗുരുവാണ് എങ്കിലും, അതല്ലൊരു പള്ളിയിലെ ചെറിയ ഉസ്താദാണ് എങ്കിലും, ആ ഉസ്താദിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോൾ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഹുവ സിറാജു ഉമ്മത്തിക ഫിദ്ദുനിയാ വൽ ആഖിറ. ഓ നബിയേ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഹുവ സിറാജു ഉമ്മത്തിക, അത് നിങ്ങളുടെ ഉമ്മത്തിലെ വിളക്കാണ്. ഒരു കൊച്ചു മദ്രസയിലെ ഉസ്താദും ആ നാട്ടിന്റെ വിളക്കാണ്. ആ രാജ്യത്തുള്ളവർക്കുള്ള അലങ്കാരമാണ്, ആ രാജ്യത്തുള്ള പാവപ്പെട്ടവർക്കുള്ള വിളക്കാകുന്നു നബിയേ. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാക്കുകൾ, ഉസ്താദുമാരുടെ വിലയറിയുന്നവരുണ്ട്, അറിയാത്തവരുമുണ്ട്, തണ്ടോടുകൂടെ സംസാരിക്കുന്നവരുണ്ട്, അഹങ്കാരികളുമുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി തങ്ങളോട് പറഞ്ഞു, തൂബാ യാ റസൂലല്ലാഹ്, നബിയേ, ഈ മണ്ണിൽ ജീവിക്കുന്ന, ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സന്തോഷമുള്ളത്, ഏറ്റവും കൂടുതൽ കുളിർമ വരുന്നത് ലിമൻ അറഫഹും വഅഹബ്ബഹും, പാവപ്പെട്ട നമ്മുടെ മക്കളുടെ ഉസ്താദുമാർ, നമ്മുടെ കുട്ടികളുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാരുടെ മഹത്വം അറിയുന്നവരും, ആ ഉസ്താദുമാരെ സ്നേഹിക്കുന്നവരും, ആ ഉസ്താദുമാരെ മഹബ്ബത്ത് വെക്കുന്നവരും, ആ ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുമാണ് നബിയേ.